So അടുത്തൊരു ക്വസ്റ്റ്യൻ P4 questioning a thin steel plate of uniform thickness 25 mm is subjected to a point load of 420 Newton at mid depth. Then the plate is also subject to self weight and Young's modulus and density values തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സ്ട്രെസ് ഇൻ ഈച്ച് എലമെൻ്റാണ് ക്വസ്റ്റിൻ്റെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റിൻ്റെ ഫിഗർ ഇവിടെ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് ബാക്കി ഡയമെൻഷൻസ്, അത് ഏരിയ വിട്ട് ബാക്കി ഡയമെൻഷൻസ് എല്ലാം ഫിഗറിൽ തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ വെർട്ടിക്കലി അലൈൻ ചെയ്തിരുന്ന എലമെൻ്റ് ആണ്. മുകളിൽ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആണ്. രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. രണ്ട് എലമെൻറ്റ്സിനും ഡിഫറൻ്റ് ആയിട്ടുള്ള തിക്നെസ് ആണ്. ഒരെണ്ണം 100 mm ഒരെണ്ണം 80 mm. അതായത് ഏരിയാസ് എല്ലാം തന്നേക്കുന്നത് വിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ തിക്നെസ് വാല്യൂ, അതായത് നമ്മുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള തിക്നെസ് വാല്യൂ ആണ് തന്നേക്കുന്നത് 25 mm എന്ന്. ഓക്കെ, സോ ഏരിയ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വേണം ചെയ്യാൻ. ഫസ്റ്റ് ഗിവൺ തിക്നെസ് 25 mm, ആദ്യത്തെ എലമെൻ്റെ വിഡ്ത്ത് 100 mm ആണ്. സോ ആദ്യത്തെ എലമെൻ്റെ ഏരിയ എന്ന് പറയുന്നത് 100 × 25 എന്ന് വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ എലമെൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 80 × നമുക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന 25 mm തിക്നെസ്സും കൂടെ വരും. രണ്ടും കൂടെ ചേർത്ത് 2000 mm² എന്ന് വരും. ഓക്കെ, ദെൻ ഡെൻസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് FEM-ൽ പ്രോബ്ലം ഇതേപോലത്തെ വെർട്ടിക്കലി അലൈൻഡ് പ്രോബ്ലംസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം സെൽഫ് വെയ്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് വെയ്റ്റിൻ്റെ വാല്യൂ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാറേ ഉള്ളൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ സെൽഫ് വെയ്റ്റിനെ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഈ എലമെൻസിൻ്റെ എല്ലാം ഒരു സെൽഫ് വെയ്റ്റ്, അതായത് സ്വന്തം വെയ്റ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ഡൗൺവേർഡ് ഫോഴ്സും കൂടെ അവിടെ വരും. അപ്പോൾ ആ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ മുമ്പ് എഴുതിയിരുന്ന ബോഡി ഫോഴ്സ് വെക്റ്റർ F1 F2 is equal to rho AL/2 × 1 ഈ ഒരു ജനറൽ ഇക്വേഷനായിരുന്നു നമ്മൾ ആ ബോഡി ഫോഴ്സ്, അതായത് ബോഡി ഫോഴ്സ് ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ആദ്യമേ നമ്മൾ ഈ ഫോഴ്സസ് കണ്ടുപിടിക്കണം. സെൽഫ് വെയ്റ്റ് കാരണമുള്ള ഫോഴ്സസ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ബാക്കി നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂ അസംബ്ലിയിലോട്ടൊക്കെ പോകാനായിട്ട്. ഓക്കെ, സോ ആദ്യത്തെ എലമെൻ്റെ കേസിൽ ഈ ജനറൽ ഇക്വേഷൻ എന്ന് പറയാം F1 F2 റോ AL/2. റോയുടെ വാല്യൂ രണ്ട് എലമെൻറ്റിനും സെയിം ആണ് പറഞ്ഞേക്കുന്നത്, 0.8 × 10⁻⁻⁴ ഇൻറ്റു ഏരിയയുടെ വാല്യൂ ഫസ്റ്റ് എലമെൻ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 2500 ഇൻറ്റു ഫസ്റ്റ് എലമെൻ്റ് ലെങ്ത്ത്. ഈ എലമെൻ്റ് ലെങ്ത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് 200 എന്നാണ്, 200 mm ആണ്. 200 mm ലെങ്ത്താണ് പറഞ്ഞേക്കുന്നത്. സോ ഇൻറ്റു 200, ദെൻ ഇക്വേഷനിൽ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ 20 × 1 എന്ന് വരും. ഓക്കെ, ഫോർ F1 F2ൻ്റെ വാല്യൂ ഈസ് 20 എന്ന് വരും ഫോർ ദ ഫസ്റ്റ് എലമെൻ്റെ കേസിൽ. സിമിലർലി രണ്ടാമത്തെ എലമെൻറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും, F2 ആൻഡ് F3 എന്നായിട്ട് മാറും. ഓക്കെ, F2 F3യുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും സെയിം ഇക്വേഷൻ റോ AL/2ൻ്റെ ഇക്വേഷൻ, ഡെൻസിറ്റി രണ്ട് എലമെൻറ്റിന് സെയിം ആണ്. സോ 0.8 × 10⁻⁴ ഇൻറ്റു ഏരിയയുടെ വാല്യൂ രണ്ടാമത്തെ എലമെൻറ്റിന് 2000 ഇൻറ്റു ലെങ്ത്ത് അവിടെയും 200 mm തന്നെയാണ്. സോ ഇൻറ്റു 200 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 16 എന്നാണ് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് 16 ആൻഡ് 60. ഓക്കെ, ഇനി നമ്മുടെ F2 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എക്സ്ട്രാ ലോഡ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ നോഡിൽ 420 എന്നൊരു വെയിറ്റും കൂടെ, ഒരു ലോഡും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുള്ളത്, 420 Newton ലോഡ് എന്നുള്ളത്. പക്ഷേ തൽക്കാലം നമ്മളത് ഈ സ്റ്റേജിൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, നമുക്കത് ലാസ്റ്റ് അസംബ്ലിയിലോട്ട് വരുമ്പോഴത്തേക്കും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആദ്യമേ നമുക്ക് ഈ ബോഡി ഫോഴ്സ് വെക്ടറിൻ്റെ അസംബിൾഡ് ഫോം എഴുതണം. ബോഡി ഫോഴ്സിൻ്റെ രണ്ടും കൂടെ ചേർത്തുള്ള അസംബിൾ ചെയ്ത ഫോം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അതിങ്ങനെ വരും F1 F2 F3 is equal to F1 F2ൻ്റെത് 20 and 20 ആയിരുന്നു. ദെൻ F2 F3 വരുമ്പോഴത്തേക്കും നമുക്കൊരു 16 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 16 ഉണ്ട്. ഓക്കെ, സോ 20, 36 and 60. ഇതാണ് സെൽഫ് വെയ്റ്റ് കാരണമുള്ള ബോഡി ഫോഴ്സിൻ്റെ അസംബിൾഡ് ഫോം. ഓക്കെ, ഗ്ലോബൽ ഫോഴ്സ് വെക്റ്റർ ഡ്യൂ ടു സെൽഫ് വെയ്റ്റ്. ഇനി നമ്മൾ അടുത്ത പോർഷനിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് F2ൻ്റെ അവിടെ ഒരു പ്ലസ് 420 Newton കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം രണ്ടാമത്തെ നോഡിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ടുള്ള 420 Newton ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്.
ഇനി അടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അവിടെ ഫസ്റ്റ് എലമെൻ്റ് കേസിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ F1 F2 is equal to AE by L 1 minus 1 minus 1 1 into U1 U2. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് എലമെൻ്റ് കേസിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം F1 F2 is equal to ഏരിയയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ഇറ്റ്സ് 25000 2500 ഇൻറ്റു യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 × 10⁵ എന്നാണ്. 2 × 10⁵ divided by first element length 200 into 1 minus 1 minus 1 U1 U2. ഓക്കെ, U1 U2ൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് വാല്യൂ നമുക്കറിയാം ഫസ്റ്റ് നോഡിലെ കേസിൽ 0 ആണ്. പക്ഷേ അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യേണ്ട. ലാസ്റ്റ് അസംബ്ലി ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ആ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതി. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ വാല്യൂസ് 25 × 10⁵. 25 × 10⁵ 1 minus 1 minus 1 1 into U1 U2 എന്ന് കിട്ടും. ഓക്കെ, തൽക്കാലം ഇവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത രണ്ടാമത്തെ എലമെൻ്റ് ഗസ് ചെയ്യാം. സെക്കൻഡ് എലമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും F2 F3 അവിടുത്തെ AE by Lൻ്റെ വാല്യൂ, എയുടെ വാല്യൂ അവിടെ 2000 ആണ്. ഇൻറ്റു യങ്സ് മോഡുലസ് രണ്ടിനും സെയിം ആണ്. 2 × 10⁵ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ എലമെൻറ്റ് 200 തന്നെ. 1 minus 1 minus 1 1 into U2 U3. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് 20 × 10⁵ into 1 minus 1 minus 1 1 into U2 U3. ഓക്കെ, സോ അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ 25 × 10⁵ ഇവിടെ 20 × 10⁵ ഒന്നും കിടന്നാൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. ഇതിനകത്തോട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 25ഉം 20സും ആണ് വാല്യൂ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു 2 × 10⁵ മാത്രം വെളിയിട്ട് കഴിഞ്ഞ് അത് രണ്ടിടത്തും ഇവിടെ 25 × 10⁵ 2 × 10⁵ ഒന്ന് ആക്കുവാണെങ്കിൽ അകത്ത് ഒരു 12.5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സിമിലർലി ഇവിടെ വരുമ്പോഴത്തേക്കും 2 × 10⁵ മാത്രം പുറത്തിടുവാണെങ്കിൽ അകത്ത് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടറിലോട്ട് കൊണ്ടുവന്നിട്ട്, അതായത് പുറത്ത് ഇടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടറിലോട്ട് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അസംബിൾ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കുണ്ടെങ്കിൽ സിമ്പിൾ ഇങ്ങനെ തന്നെ എഴുതാം. 1 × 10⁵ ഇൻറ്റു 25 minus 25 minus 25 25 ഈ ഫോമാറ്റിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. U1 U2 ഇവിടെയും 1 × 10⁵ മാത്രം പുറത്തിട്ടിട്ട് 20 minus 20 minus 20 20 into U2 U3. സോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിലൂടെ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഇതിൻ്റെ അസംബ്ലിയുടെ സ്റ്റെപ്പിലോട്ട് പോകാം. F1 F2 F3 is equal to 1 × 10⁵. ദെൻ ആദ്യത്തെ എലമെൻ്റ് കേസിൽ 25 minus 25 minus 25 25. ഓക്കെ, ദെൻ രണ്ടാമത്തെ F2 F3 വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലസ് 20 minus 20 minus 20 and 20 and 0 0 into U1 U2 U3. സിംപ്ലിഫൈ എഴുതുമ്പോഴത്തേക്കും 1 × 10⁵ 25 minus 25 0 minus 25 25 plus 10 ആകുമ്പോഴത്തേക്കും 20 ആകുമ്പോഴത്തേക്കും 45 minus 20 minus 20 20 0 into U1 U2 U3. ഓക്കെ, ദെൻ ഇപ്പം ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടി. അസംബിൾഡ് ഫോമിലുള്ളത് F1 F2 F3. ഓക്കെ, ഇനി
അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ F1, F2, F3 ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ ബോഡി ഫോഴ്സ് വെക്ടർ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും കിട്ടിയായിരുന്നു F1, F2, F3 വാല്യൂ 20, 36 and 16 ആണെന്ന്. സോ 20, 36 and 16. ഓക്കെ, ദെൻ ഈ സ്റ്റെപ്പിന് നമുക്ക് അപ്ലൈങ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അപ്ലൈങ് ഗിവൻ കണ്ടീഷൻസ്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ നോഡിൽ ഒരു 420 ന്യൂട്ടൻ്റെ ലോഡ് എക്സ്ട്രാ ആക്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഫോഴ്സാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഫോഴ്സ്. സോ F2ൻ്റെ അവിടെ 36 + 420 എന്നാവും. ആദ്യം എഴുതിയിരിക്കുന്ന 20, 36 and 16 എന്ന് പറയുന്നത് ബോഡി ഫോഴ്സ് കാരണം ഉണ്ടായേക്കുന്ന, അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടായേക്കുന്ന ഫോഴ്സ് വെക്ടേഴ്സാണ്. അതിൻ്റെ കൂടെ എക്സ്റ്റേണലി കൊടുത്തേക്കുന്ന 420യുടെ വാല്യൂ കൂടെ അവിടെ ആഡ് ചെയ്യണം. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു അതകത്ത് വരുന്ന ടേം എന്ന് പറയുന്നത് 1 × 10⁵ into 25 - 25 0 - 25 45 - 20 0 - 20 and 20. ഓക്കെ, ദെൻ 1 എന്ന് പറയുന്ന നോഡ് ഒരു ഫിക്സഡ് നോഡ് ആയതുകൊണ്ട് U1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. ദെൻ U2ൻ്റെ ഡെഫിനറ്റായിട്ടൊരു വാല്യൂ കാണും, U3ക്കും ഡെഫിനറ്റായിട്ട് വാല്യൂ കാണും. അതെല്ലാം ഫിക്സഡ് പോയിന്റുകളൊന്നും അല്ല, മാത്രമല്ല അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് U2 and U3 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ മെട്രിക്സ് സോൾവ് ചെയ്ത് U2 and U3യുടെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ U1ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് വി ക്യാൻ എലിമിനേറ്റ് ദിസ് ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരും. F1, F2, F3 is equal to അല്ല F1 വേണ്ട, ഫസ്റ്റ് കോളം നമുക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും F1 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ബാക്കി 420 + 36 456 16 is equal to 1 × 10⁵ 45 - 20 - 20 20 into U2 U3 എന്നായി സിംപ്ലിഫൈ ചെയ്യും. നമ്മുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്കും. ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് കിട്ടും. അതായത് 1 × 10⁵ into 45 × U2 plus -20 × U3. സോ 45 U2 - 20 U3 എന്നൊരു ഫസ്റ്റ് ഇക്വേഷനും, രണ്ടാമത്തത് -20 U2 -20 U2 plus 20 U3. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് വരും. ഈ രണ്ട് മെട്രിക്സും കൂടെ സോൾവ് ചെയ്ത് കിട്ടുന്നതാണ്. ദിസ് മീൻസ് ദാറ്റ് 45 U2 - 20 U3 into 10⁵ is equal to 456 and -20 U2 plus 20 U3 into 10⁵ is equal to 16. ഓക്കെ, രണ്ട് സെറ്റ്സ് ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് U2 and U3യുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടുന്നത്. വിൽ ഗെറ്റ് U3 is equal to 1.968 into 10⁻⁻⁴ mm and U2 is equal to 1.888 into 10⁻⁻⁴ mm. ഓക്കെ, ഡീറ്റെയിൽസ് ഇപ്പോൾ നോട്ടിലുണ്ട്. സോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ട് രണ്ട് നോഡൽ പോയിൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ള സ്ട്രെസ് വാല്യൂ ആണ്. സ്ട്രെസ്സിന് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഇക്വേഷൻ ഫോർ ദി ഫസ്റ്റ് എലമെൻറ്റ് σ1 is equal to E into du/dx. ഇയുടെ വാല്യൂ 2 × 10⁵. du കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് U2 - U1 ഡിവൈഡഡ് ബൈ ആ എലമെൻറ്റിൻ്റെ ലെങ്ത്ത് L, ഇതാണ് യൂസ് ചെയ്യാനുള്ളത്. നമുക്കിവിടെ ക്വസ്റ്റനിൽ കിട്ടിയിട്ടുണ്ട് U2ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.888 into 10⁻⁻⁴ ആണ്. U1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരുന്നു. ദെൻ ഡിവൈഡഡ് ബൈ ലെങ്ത് 200. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ 0.188 Newton/mm² എന്ന് കിട്ടും.
സിമിലർലി സിഗ്മ ടുവിൻ്റെ വാല്യൂ ഇ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁵ ഇൻറ്റു u3 മൈനസ് u2 ഡിവൈഡഡ് ബൈ എൽ ആണ്. u3യുടെ വാല്യൂ 1.968 മൈനസ് u2ൻ്റെ വാല്യൂ 1.88 ഹോൾ ഇൻറ്റു 10⁻⁴ ഡിവൈഡഡ് ബൈ 200. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിഗ്മ ടുവിൻ്റെ വാല്യൂ 0.008 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്.